ടാക്സ് ഇൻഫോ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ടാക്സ് ഇൻഫോ. എങ്ങനെ ടാക്സ് ആഡ് ചെയ്യാം, അത് നമ്മൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. നിങ്ങൾ ഇൻകം ടാക്സ് കാര്യങ്ങളെല്ലാം അവിടെ നിർത്തട്ടെ. ടാക്സ് ഇൻഫോ എന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾ കൊടുത്തേ മതിയാവും. നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ഓപ്ഷൻ വന്നാലും, പേ ഔട്ടിൻ്റെ ഓപ്ഷൻ വന്നാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷനാണ് വരുന്നത്. ആദ്യത്തെ പോർഷൻ സെറ്റപ്പ് യുവർ പേ ഔട്ട് അക്കൗണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. ഫസ്റ്റ് ആഡ് യുവർ ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളാണോ, അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് വെച്ച് ചോദിക്കും, ഫേസ്ബുക്ക് ചോദിക്കും നിങ്ങളാണോ. ഇപ്പം എൻ്റെ ഇത് ജോസബാൻ എന്നാണെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യുന്നത് ജോസബാൻ ആയിട്ടാണോ എന്നുള്ളത് ചോദിക്കും. അതേ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ വരുമ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് പേജ് വരും. അതിനകത്ത് ഇൻഡിവിജ്വൽ ബിസിനസ് എന്നുണ്ടാവും. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇൻഡിവിജ്വൽ ആയിരിക്കണം. നിങ്ങൾ നേരത്തെ സെറ്റപ്പ് യുവർ പേ ഔട്ട് അക്കൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ ചോദിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആണ് കൊടുത്തതെങ്കിൽ അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്താണോ കൊടുത്തത് അതാണ് കാണുന്നത്. പക്ഷേ ശരിക്കുമുള്ളത് ഇൻഡിവിജ്വൽ ആണ്. അത് ഇവിടുന്ന് മാറ്റാൻ ഒക്കത്തില്ല. ആദ്യമേ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ US സിറ്റിസൺ ആണോ. നോ എന്ന് കൊടുക്കുക. നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. അമേരിക്കയിലാണെങ്കിൽ മാത്രം എസ് കൊടുക്കുക, അല്ലെങ്കിൽ ഔട്ട് ഓഫ് US ആണെങ്കിൽ നോ എന്ന് കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ ഏജൻറ്റായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. സോ അവിടെയും നോ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അവിടെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ നെയിം, ലീഗൽ ഫുൾ നെയിം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരെന്താണോ, പാൻ കാർഡിൻ്റെ പേരെന്താണോ, അതെല്ലാം ഒന്നായിരിക്കണം. ആ ഒരു പേര് അവിടെ ഫുൾ നെയിം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് അതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അതവിടെ കോപ്പി ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ് ആണ്. ഏത് രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അവിടെ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. തൊട്ട് താഴെ അവിടെ വരുന്നത് രണ്ട് ഓപ്ഷനാണ്. ഐ ഹാവ് എ നോൺ US ടിൻ, ഐ ഹാവ് എ US ടിൻ. രണ്ട് ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ US-ലല്ലോ. അപ്പം ഇന്ത്യയിലാണെങ്കിൽ ഐ ഹാവ് എ നോൺ US ടിൻ എന്നുള്ളത് ടിക്ക് മാർക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ടിക്ക് മാർക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയുള്ള ബ്ലാങ്ക് ബോക്സിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ വരും, ഓട്ടോമാറ്റിക്കലി വരും. കാരണം നിങ്ങൾ ഫസ്റ്റ് സെറ്റിങ്സിൽ പേ ഔട്ട് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത സമയത്ത് നിങ്ങൾ പാൻ കാർഡ് നമ്പർ കൊടുത്തതാണ്. ആ പാൻ കാർഡ് നമ്പർ അതേപോലെ ഐ ഹാവ് എ നോൺ US ടിൻ എന്നുള്ള ടിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ്. ഐ ഹാവ് എ US ടിൻ എന്നുള്ള ടിക്ക് ചെയ്യേണ്ട. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. വീട്ടിലെ അഡ്രസ്സ്, നിങ്ങളുടെ ഹോം അഡ്രസ്സ് ചോദിക്കും. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ എന്താണ് ഹോം അഡ്രസ്സ് അത് അടിച്ചു കൊടുക്കുക. അവിടുന്ന് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അടിച്ചു കൊടുത്ത ആ ഒരു ഹോം അഡ്രസ്സ് അവിടെ എഴുതി കാണിക്കും. ഇത് ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് അത് എഴുതി കാണിക്കുന്നത്. അടുത്ത ഓപ്ഷനിൽ ഫുൾ അഡ്രസ്സ് അവിടെ എഴുതി കാണിച്ച് നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടുന്ന് നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ നിന്നാണ് ചെയ്യുന്നത്, US-ൻ്റെ അകത്തുനിന്നാണോ US-ൻ്റെ പുറത്തുനിന്നാണോ എന്ന് ചോദിക്കും. 0% ഇൻസൈഡ് ദി US എന്ന് പറയും, 100% ഇൻസൈഡ് ദി US എന്ന് പറയും, അല്ലെങ്കിൽ പാർഷ്യലി എന്ന് ചോദിക്കുന്നുണ്ടാവും. US-ൻ്റെ അകത്തല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം 0% ഇൻസൈഡ് US എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുക. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും 0% ഇൻസൈഡ് ദി US. അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്കും കോൺടാക്ട് അസ് ഫോർ കണ്ടിന്യൂ എന്നുണ്ടാവും. നിങ്ങളുടെ കൺസെൻ്റ് ആണ് ചോദിക്കുന്നത്. അവിടെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതായത് നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ മതി. ആ ബോക്സ് ടിക്ക് മാർക്ക് ചെയ്ത് നേരെ സ്ക്രോൾ ചെയ്യുക. ഒരു വലിയ പേജായിരിക്കും. വായിച്ച് നോക്കേണ്ടവർക്ക് വായിച്ച് നോക്കാം. നേരെ താഴെ വന്നു കഴിഞ്ഞ് അവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും, ഒരു ബോക്സ് ഉണ്ടാവും. സിഗ്നേച്ചർ എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്തൊരു ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സിഗ്നേച്ചറിൻ്റെ അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ നിങ്ങൾ തൊട്ട് മുമ്പ് കൊടുത്തത് അത് കൊടുക്കുക. ടൈപ്പ് ചെയ്യണ്ട. ഞാൻ നേരത്തെ ആ പേര് കോപ്പി ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അത് ഇവിടെ വന്നിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. കുറച്ച് പേർക്ക് ടൈപ്പ് ചെയ്താൽ അത് ശരിയാവും. ശരിയാകാത്തവർക്കാണ് പറയുന്നത്. നിങ്ങൾ അവിടെ കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ വന്ന് ഒരു വട്ടം ആ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. കേഴ്സർ അവിടെ വരും. അതിനുശേഷം ലോങ് പ്രസ് ചെയ്യുക. ഒന്ന് ആ 4 ബോക്സിൽ ഒന്ന് ഞെക്കി പിടിക്കുമ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ പേര് അതേപോലെ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടാക്സ് ഫോം കാണിക്കും. നിങ്ങൾ ഇത്രയും നേരം ഫില്ല് ചെയ്ത ഈ ടാക്സിൻ്റെ 0% അല്ലെങ്കിൽ US-ലല്ല നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അതെല്ലാം ചെക്ക് ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ സബ്മിറ്റ് ടാക്സ് ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ ടാക്സ് ഫോം കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതോടുകൂടി നിങ്ങളുടെ ഫുൾ പേ ഔട്ട് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അതായത് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളും പാൻ കാർഡിൻ്റെ കാര്യങ്ങളും ടാക്സിൻ്റെ കാര്യങ്ങളും എല്ലാം പേ ഔട്ട് അക്കൗണ്ട് കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. അതോടെ നിങ്ങളുടെ ടാക്സ് ഫോം കഴിഞ്ഞു.